താടിക്കും കൈ കൊടുത്തിരിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ, കുറച്ച് ഉള്ളി സബോളയൊക്കെ പൊളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സബോളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കുവാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഉള്ളി സബോള ഇരുന്ന് പൊളിക്കുന്നത് അരിയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു ജോലിയും അതാണ്. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ വേഗം തന്നെ ചിക്കനും കഴുകിയെടുത്തിട്ട് ഉമ്മാണ് കറി വെക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് അടുപ്പിച്ച് കൊടുത്ത്, അപ്പം അപൂർവമായിട്ട് ചില സമയത്ത് ചിക്കൻ വാങ്ങുമ്പോൾ അതിൽ ലെഗ് പീസ് അങ്ങനെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിച്ചപ്പോൾ അതിൽ 2 എണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതെടുത്ത് പൊരിക്കാമെന്ന്. അങ്ങനെ അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് അവിടെ മാറ്റി വെച്ച് കുറച്ച് നേരം തേച്ച് ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉമ്മ അതവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട്. ചെറിയ മഴക്കോൾ ഇങ്ങനെ കണ്ടപ്പോൾ മുറ്റത്ത് കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉമ്മ പിറക്കിയെടുക്കുവാണ്. അങ്ങനെ കറിയും ചോറൊക്കെ സെറ്റായി ഞാൻ വേഗം കുളിച്ച് വന്നിട്ട് ഞാൻ ഷിനാജും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണേ. ഇനി ചട്ടി ഉൾപ്പെടെ ടേബിളിൽ എടുത്ത് വെച്ച് കഴിച്ചതിന് ആരും നെഗറ്റീവ് ഇടണ്ട കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കഴിക്കാറ്. അതാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് കറി എടുക്കുകയും ചെയ്യാം, ഒരുപാട് പാത്രം നിരത്തി കഴുകേണ്ടിയും വരത്തില്ല. അങ്ങനെ ചോറ് കഴിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഉമ്മ വീഡിയോ കോൾ ചെയ്തത്. ഞാൻ വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി എന്നെ വിളിച്ചത്. പക്ഷേ ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ട്, റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം. പിന്നെ ഉമ്മ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ അയച്ചു തന്ന്. ഒരുപാട് വലിയ വിലയുടെയും വലിയ കമ്പനി സാധനമൊന്നും അല്ല കേട്ടോ. തൽക്കാലം വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു റേറ്റിൻ്റെ വാഷിംഗ് മെഷീൻ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കാരണം ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ഉമ്മാക്ക് യൂട്രസ് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞതാട്ടോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴും ഉമ്മാക്ക് ജോലികൾ കൂടുതലായിരിക്കും. അപ്പോൾ ജോലി ഭാരം കുറയാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടി വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും, എന്നാൽ പിന്നെ ഇങ്ങോട്ടും നമ്മൾ താമസിക്കുന്ന ഷെഡിലോട്ടും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചുകൂടെയെന്ന്. ഇവിടെ ഒരു പൈപ്പിൻ്റെ സൗകര്യം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ മെഷീൻ യൂസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഒരെണ്ണം വാങ്ങിയേനെ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് വീട് പണി കഴിഞ്ഞിട്ട് വേണം എല്ലാം ഇവിടെ വാങ്ങി വെക്കാൻ.